ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ബാലേന്ദ്രൻ റൂമിൽ വന്നിരിക്കുകയാണ്. ടി വി ഒക്കെ ഓൺ ചെയ്തതിന് ശേഷം വീണ്ടും ആ ഫോണിലത്തെ വോയിസുകളൊക്കെ ഓരോന്നോരോന്നായിട്ട് കേട്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ രേവതിക്കുട്ടിയും അതുപോലെ അലീനയും തമ്മിലുള്ള ആ ഒരു സംഭാഷണങ്ങൾ നമ്മളെ ബാലേന്ദ്രൻ കേൾക്കുകയാണ്. ഇത് ഓരോരോ കാര്യങ്ങൾ പറയുമ്പോൾ ബാലേന്ദ്രൻ ഓരോ സംശയങ്ങളാവുകയാണ്. അങ്ങനെ 22 വർഷം മുമ്പ് നിങ്ങൾ പെറ്റു തള്ളിയ മകളാണ് ഞാൻ. നിങ്ങളൊന്ന് കാണാനും നിങ്ങളെ അമ്മയെന്നൊന്ന് വിളിക്കാനും വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും ദൂരം വന്നതെന്നൊക്കെ പറയുന്നത് ബാലേന്ദ്രൻ ഇങ്ങനെ കേൾക്കുകയാണ്. പിന്നീട് കാണിക്കുന്നത് കൊട്ടാരമറ്റത്ത് വീട്ടിലേക്ക് മാമച്ചനും ഗ്രേസമ്മയും രേവതിക്കുട്ടിയും കൂടെ വരികയാണ്. രേവതിക്കുട്ടി പറയുന്നുണ്ട്, ഇവിടെ ആരെയും കാണുന്നില്ലല്ലോ എന്ന് പറയുമ്പോൾ ഗ്രേസമ്മ ചോദിക്കുന്നുണ്ട്, നീ വരുന്നെങ്ങാനും ഇവരോട് വിളിച്ച് പറഞ്ഞിരുന്നോ? പിന്നെ എന്താ ആരെയും കാണുന്നില്ല എന്ന് പറയുന്നത് ചോദിക്കുമ്പോൾ, അല്ല കാറിൻ്റെ ശബ്ദം കേൾക്കുമ്പോൾ ആരെങ്കിലൊക്കെ വരേണ്ടതല്ലേ എന്ന് പറയും. അപ്പോൾ എന്തായാലും നമുക്ക് അകത്ത് കയറി നോക്കാം, നമ്മളതിനല്ലേ വന്നത് എന്ന് മാമച്ച പറയും. അങ്ങനെ എല്ലാവരും കൂടിയിട്ട് അവിടേക്ക് ചെന്നിട്ട് കോണിപ്പല്ലടിക്കുകയാണേ. അപ്പോൾ ഒരു പെൺകുട്ടി വരികയാണ്. അപ്പോൾ പെൺകുട്ടി വന്നിട്ട് വാതിൽ തുറക്കുമ്പോൾ അവരോട് ചോദിക്കുന്നുണ്ട്, ആരാന്ന് ചോദിക്കും. അപ്പോൾ അത് ഞങ്ങൾ അങ്ങനെ എറണാകുളത്തുനിന്ന് വരികയാണ് എന്ന് പറയട്ടോ. മുമ്പ് ഇവിടെ വന്നിട്ടുണ്ട് എന്ന് പറയട്ടോ. ആണോ, ഇന്ന് കയറി വാ എന്ന് പറഞ്ഞിട്ട് അവരെ അകത്തേക്ക് വിളിച്ചുകൊണ്ട് ഇരുത്താണ് കേട്ടോ. എല്ലാവരോടും ഇരിക്കാനൊക്കെ പറയും. അപ്പോൾ ഗ്രേസമ്മയ്ക്കാണെന്നുണ്ടെങ്കിൽ ആ പെൺകുട്ടിന് മനസ്സിലാവുന്നില്ല കേട്ടോ. അപ്പോൾ സ്വയം പരിചയപ്പെടുത്തുന്നത്, ഞാൻ റൂബി, ഇവിടുത്തെ റോബിച്ചായൻ്റെ വൈഫാണ്. 2 കൊല്ലമായിട്ടുള്ളൂ കല്യാണമൊക്കെ കഴിഞ്ഞിട്ടെന്ന് പറയട്ടോ. അപ്പോൾ ഗ്രേസമ്മ പറഞ്ഞു, ഞങ്ങളൊരു 3-4 കൊല്ലം മുമ്പാണ് ഇവിടേക്ക് വന്നത് എന്നൊക്കെ പറഞ്ഞിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുകയാണേ. പെട്ടെന്ന് തന്നെ അകത്തുനിന്ന് ഒരു സ്ത്രീയുടെ നിലവിളി കേൾക്കുകയാണ് കേട്ടോ. ഒരു പെൺകുട്ടിയുടെ ഒച്ചയും വിളി ബഹളമൊക്കെ കേൾക്കുകയാണ്. ദേ ഇപ്പോൾ വരാട്ടാന്ന് പറഞ്ഞിട്ട് വേഗം തന്നെ റൂബി അവിടെ നിന്ന് പോവുകയാണ്. അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്നാണ് ഷെറിൻ്റെ അമ്മ മരിച്ച് മാല ചാർത്തിയിരിക്കുന്ന ഒരു ഫോട്ടോ കാണുന്നത്. ഷെറിൻ്റെ അമ്മ മരിച്ചു, ദൈവമേ എന്നിങ്ങനെ പറയാൻ കേട്ടോ ഗ്രേസമ്മ. അപ്പോഴേക്കും ഷെറിൻ ഇങ്ങനെ ഓടി വരികയാണ് കേട്ടോ. ഓടി വരുന്നത് കാണുമ്പോൾ തന്നെ ഇവർക്കൊന്നും മനസ്സിലാവുന്നില്ല കേട്ടോ. മാമച്ച പെട്ടെന്ന് തന്നെ ചാടി എഴുന്നേൽക്കാണ്. ഗ്രേസമ്മ എഴുന്നേറ്റ് നിൽക്കുന്നുണ്ട്. എന്താണ് സംഭവിക്കുന്നതെന്നൊന്നും ഇവർക്ക് മനസ്സിലാവുന്നില്ല. അലീനല്ല, നമ്മുടെ രേവതിക്കുട്ടിയാണെന്നുണ്ടെങ്കിൽ ഫോട്ടോയിൽ ജിജോൻ്റെ കൂടെ നല്ല ആക്റ്റീവായിട്ട് സുന്ദരിയായിട്ട് കണ്ടിട്ടുള്ളൊരു ഷെറിനെയാണല്ലോ ഓർമ്മ. പക്ഷേ ഒരു ഭ്രാന്തിയെ പോലെ അലറി വിളിച്ചിങ്ങോട്ട് വന്ന് നിൽക്കുന്ന ഷെറിനെ കണ്ടിട്ട് രേവതിക്കുട്ടി ഞെട്ടിപ്പോവുകയാണ്. രേവതിക്കുട്ടീനെ കാണുമ്പോൾ തന്നെ ചോദിക്കുന്നുണ്ട്, രേവതിക്കുട്ടിനോട് മാത്രമല്ല ഗ്രേസമ്മനോടൊക്കെ ചോദിക്കുന്നുണ്ട്, ആരാ നിങ്ങൾ, ആരാ നിങ്ങൾ, എവിടെ നിന്നാണ് വന്നത്, എന്തിനാ വന്നത് എന്നൊക്കെ ഇങ്ങനെ മാറി മാറി ചോദിക്കുകയാണേ. ഓരോന്നും മിണ്ടുന്നില്ല. അപ്പോഴേക്കും റൂബി ഓടി വരും കേട്ടോ. ഓടി വന്നിട്ട് ഇങ്ങനെ പിടിച്ച് വലിക്കുകയാണ്. വിടടി എന്നെയെന്ന് പറയുന്നുണ്ട്. പക്ഷേ റൂബി പിടിച്ച് വലിച്ച് അകത്തേക്ക് കൊണ്ടുപോവുകയാണ്. അപ്പോൾ മാമച്ചനും ഗ്രേസമ്മക്ക് ആകെ ഞെട്ടി ധരിച്ച് നിൽക്കാനിട്ട് ഇത് എന്താണ് സംഭവിക്കുന്നതെന്ന് മനസ്സിലാവുന്നില്ല. റൂബി വേഗം തന്നെ ഷെറിനെ കൊണ്ടുപോയിട്ട് റൂമിലിട്ട് പൂട്ടുകയാണ്. അപ്പോൾ വാതിൽ തുറക്കടി, വാതിൽ തുറക്കടി എന്ന് പറഞ്ഞിട്ട് ഉറക്കനെ വിളിച്ച് പറയുന്നുണ്ട്. അതിനുശേഷം റൂബി പോയിട്ട് ഫോൺ വിളിക്കുകയാണ് റൂബിച്ചായ. അത് ഷെറിന് വീണ്ടും കുറച്ച് പ്രശ്നമായി. ഭയങ്കര ഒച്ചയും ബഹളമാണ്. എത്രയും പെട്ടെന്ന് ഇങ്ങോട്ട് വരണം. ഞാൻ ആൽബിച്ചായനും കൂടെ ഒന്ന് വിളിക്കട്ടെ, 2 പേരും കൂടെ വേഗം വായു എന്നൊക്കെ പറഞ്ഞിട്ട് ഫോൺ കട്ട് ചെയ്യുകയാണ്. അതിനുശേഷം ആൽബിനെയും വിളിച്ചിങ്ങാണ്ട് വരാനൊക്കെ പറയുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അതിനുശേഷം നമ്മുടെ ഷെറിൻ്റെ അവിടെ പോയി നിൽക്കണം. അപ്പോൾ ഷെറിനാണെന്നുണ്ടെങ്കിൽ അലറി വിളിക്കേണ്ടി, തുറക്കടി എന്ന് പറഞ്ഞാൽ, ഞാൻ റോബിച്ചായനെ വിളിച്ചിട്ടുണ്ട്, ഇപ്പോൾ വരും റോബിച്ചായ. വരട്ടേടി, അവൻ വരട്ടെ, ഞാൻ പറഞ്ഞു കൊടുക്കേണ്ടതെന്ന് പറയും. ആൽബിച്ചായനും വരും, കാണണ്ട എനിക്ക് അവനെനിക്ക് കാണണ്ടെന്നൊക്കെ പറഞ്ഞ് വിളിച്ച് പറയുകയാണേ. അപ്പോൾ റൂം തുറക്കാം, പക്ഷെ ബഹളം ഉണ്ടാക്കരുതിട്ടാ എന്നൊക്കെ പറഞ്ഞിങ്ങനെ ആശ്വസിപ്പിക്കുന്നുണ്ട്. ഇതേ സമയം ബാലേന്ദ്രനാണെന്നുണ്ടെങ്കിൽ ആ വോയിസ് തന്നെ വീണ്ടും വീണ്ടും കേട്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. രേവതിക്കുട്ടി പറഞ്ഞ കാര്യങ്ങൾ തന്നെ ഒരു 3-4 തവണ റിപ്പീറ്റ് അടിച്ച് കേൾക്കുകയാണേ. അങ്ങനെ ആകെ ടെൻഷൻ അടിച്ച് ബാലേന്ദ്രൻ ഇങ്ങനെ തളർന്ന് ആകെ അവശ്യ നിലയിൽ ഇങ്ങനെ നിൽക്കുകയാണ്. അതിന് ശേഷം വീണ്ടും ബാലേന്ദ്രൻ ദേഷ്യം വന്നിട്ട് ഒരു ചയറൊക്കെ ഇങ്ങനെ ചവിട്ടി ദൂരേക്ക് എറിയുന്നുണ്ട്. പിന്നീട് ആളന്മാരിയിലായ ഒരു കണ്ണാടയിൽ പോയിട്ട് നിന്നിട്ട് ഇങ്ങനെ നോക്കുകയാണെ, സ്വയം നോക്കിയിട്ട് ചിരിക്കുകയാണ്. എന്നിട്ട് പറയും, പട്ടി, എച്ചിൽ നിന്ന പട്ടി, 22 വർഷം എന്നൊക്കെ പറഞ്ഞിട്ട് സ്വയം ഒരു കുറ്റപ്പെടുത്തൽ ചെയ്യാണ്ട ഒരു കുറ്റപ്പെടുത്താണ്, തന്നെ സ്വയം കുറ്റപ്പെടുത്താണ് ബാലേന്ദ്രൻ ആ ഒരു കണ്ണാടി നോക്കിയിട്ട്. അതിനുശേഷം മുഖം പൊത്തി വീണ്ടും കരയാണ് കേട്ടോ. ആകപ്പാടെ ദേഷ്യവും സങ്കടമൊന്നും സഹിക്കാൻ പറ്റാണ്ട് നിൽക്കുകയാണ് ബാലേന്ദ്രൻ. പിന്നീട് കാണിക്കുന്നത് ഷെറി വീണ്ടും റൂം തുറന്ന് ഓടി വരികയാണ് കേട്ടോ. ഓടി വന്നിട്ട് ഗ്രേസമ്മയുടെ അടുത്തേക്ക് ചെന്നിട്ട് പറയാണ്, നിങ്ങൾ എൻ്റെ കുഞ്ഞിനെ കൊന്നത്, നിങ്ങൾ തന്നെയാണ് എൻ്റെ കുഞ്ഞിനെ കൊന്നത് എന്നൊക്കെ പറയുമ്പോൾ ഗ്രേസമ്മ ആകെ അന്തം വിട്ട് നിൽക്കുകയാണ് കേട്ടോ. ഏത് കുഞ്ഞ് എന്ത് കുഞ്ഞെന്നൊന്നും ഗ്രേസമ്മയ്ക്ക് അറിയുന്നില്ലല്ലോ. അതെ നിങ്ങൾ തന്നെയാണ് കൊന്നത്, നിങ്ങൾ തന്നെ എൻ്റെ കുഞ്ഞിനെ കൊന്നതെന്നൊക്കെ പറയാൻ.
അപ്പോൾ റൂബി വന്നിട്ട് വീണ്ടും പിടിച്ച് വലിക്കുകയാണ്. അപ്പോൾ റൂബി അവരോട് പറയുന്നുണ്ട് ഒന്നും തോന്നരുതിട്ടാ, സുഖമില്ലാത്തതാണെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ആക്കുന്നുണ്ട്. അവരോടൊക്കെ പറയുന്നുണ്ട്. അങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മളെ ഷീറിനാണെന്നുണ്ടെങ്കിൽ രേവതിക്കുട്ടീനെ നോക്കിയിരുതേ, ഇവളാണ് എൻ്റെ കുഞ്ഞിനെടുത്തത്, ഇവളാണ് എൻ്റെ കുഞ്ഞിനെടുത്തത്, നീ എൻ്റെ എല്ലാതും എടുത്തോ എനിക്ക് എൻ്റെ കുഞ്ഞിനെ മാത്രം തന്നാൽ മതി എന്ന് പറഞ്ഞിട്ട് വിളിച്ച് പറയാണ്. രേവതിക്കുട്ടി ഇങ്ങനെ ഗ്രേസമ്മനോട് ചോദിക്കും, എന്താ ആൻറ്റി ഷെറിൻ ചേച്ചി ഇങ്ങനെ, ഷെറിൻ ചേച്ചിക്ക് എന്താ പറ്റിയത്, ആദ്യം കണ്ടപ്പോൾ ഇങ്ങനെയൊന്നും തോന്നിയിട്ടില്ലല്ലോ ഫോട്ടോയിൽ കണ്ടപ്പോഴെന്നൊക്കെ പറയുകയാണേ. അപ്പോൾ ഗ്രേസമ്മയ്ക്ക് ഒന്നും മനസ്സിലാവില്ല, മിണ്ടാതെ നിൽക്കുകയാണേ. ഈ സമയത്ത് റോബിൻ അവിടേക്ക് വരികയാണ് കേട്ടോ. അപ്പോൾ ആൽബിന് ഫോൺ വിളിക്കുന്നുണ്ട്. ആൽബിച്ചായ ഞാൻ ദേ വന്നു കേട്ടോ, ഞാൻ ഷെറിനെയും കൊണ്ട് പോകാം, ആൽബിച്ചായ പിന്നെ വന്നാൽ മതി എന്ന് പറയുന്നുണ്ട്, പിന്നെ കൂടെ വന്നാൽ മതി എന്ന് പറയുന്നുണ്ട്. അങ്ങനെ അകത്ത് കയറി ചെല്ലുമ്പോൾ ഇവരെ കാണുകയാണേ. അപ്പോൾ ഇവരെ ഞാൻ എവിടെയോ കണ്ടിട്ടുള്ളതെന്ന് ഇങ്ങനെ പറയുകയാണേ. അപ്പോൾ മാമച്ചൻ പറയുന്നുണ്ട്, ഞങ്ങൾ എറണാകുളത്തുനിന്ന് വരികയാണ് എന്ന് പറയട്ടോ. ആ ഓ നിങ്ങളില്ലേ, നിങ്ങളെന്താ വന്നത്, കളി കാണാൻ വന്നതാണോ എന്ന് ചോദിക്കുകയാണേ. അതിനുശേഷം അപ്പോഴേക്കും നമ്മളെ ഷെറിനെ പിടിച്ച് വലിച്ച് കൊണ്ടുവരികയാണ്. കൈ രണ്ടും ബാക്കിൽ കെട്ടിയിട്ടുണ്ട്. എന്നിട്ട് നിങ്ങൾ എന്ത് കാണാൻ വേണ്ടിയിട്ട് ഇവിടെ നിൽക്കുന്നതെന്ന് അതിൻ്റെ ഇടയിൽ റോബിൻ ചോദിക്കുന്നുണ്ട് കേട്ടോ അവരോട്. പക്ഷെ അവരാണെന്നുണ്ടെങ്കിൽ ഒന്നും മിണ്ടാതെ അങ്ങനെ നിൽക്കുകയാണേ. അപ്പോൾ ഷെറിൻ പറയുന്നേ, എന്നെ കൊല്ലാൻ കൊണ്ടുപോവാണ് കേട്ടോ, എൻ്റെ കുഞ്ഞിനെ കൊന്നു, ഇനിയിപ്പോൾ അന്യം കൂടി കൊല്ലാൻ കൊണ്ടുപോവാണ്, നിങ്ങളെല്ലാവരോടും പറഞ്ഞേക്കണം കേട്ടോ, എൻ്റെ കുഞ്ഞിനെ കൊന്ന പോലെ എന്നെയും കൂടെ കൊല്ലാൻ കൊണ്ടുപോവാണ്, നീയല്ലേ എൻ്റെ കുഞ്ഞിനെടുത്തത്, നീ തന്നെയാണ് എൻ്റെ കുഞ്ഞിനെടുത്തത് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ അലറി വിളിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഈ സമയത്ത് ആൽബി അവിടേക്ക് വരികയാണ് കേട്ടോ. ആൽബി വന്നിട്ട് നോക്കുമ്പോൾ ഇവരൊക്കെ പുറത്തേക്ക് ഇറങ്ങിയിട്ടാ ഷെറിൻ്റെ കൂടെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാണ്. ഷെറിനെ പിടിച്ച് വലിച്ചിങ്ങനെ വണ്ടിയിലേക്ക് കയറ്റി ഇരുത്തുന്നുണ്ട്. അപ്പോൾ ആൽബി വരും, ഇതാരെ വണ്ടിയാണെന്ന് ചോദിക്കും ഫ്രണ്ടിൽ മാമച്ചൻ്റെ വണ്ടി എടുക്കുമ്പോൾ അത് അവരുടെ എറണാകുളത്ത് നിന്ന് വന്നതാണ് അവർ, ഈ ഫ്രണ്ടിലാണ് വണ്ടി കൊണ്ടുവന്നിട്ടിരിക്കുന്നത്, എടുത്ത് മാറ്റാൻ പറയുന്നവർ. അപ്പോൾ മാമച്ചൻ പറയും ഇപ്പോൾ എടുത്ത് മാറ്റാമെന്ന് പറയട്ടോ. അപ്പോൾ ഇതാരാ എറണാകുളത്ത് നിന്നേ മറ്റൊരു എന്ന് പറയട്ടോ. ഓ മനസ്സിലായി. അപ്പോൾ മാമച്ചൻ പറയും ഇപ്പോൾ എടുത്ത് മാറ്റാട്ടാന്ന് പറഞ്ഞിട്ട് ആ വണ്ടി എടുത്ത് മാറ്റാണ്. എന്ത് കാഴ്ച കാണാനാ ഇങ്ങോട്ട് വന്നത് എന്ന് ചോദിക്കട്ടോ. ഞങ്ങൾ എറണാകുളത്തുനിന്ന് വരുന്നതാണ്. മനസ്സിലായി ഇതൊക്കെ ചെയ്തു വെച്ചിട്ടുള്ള എന്നുള്ള നിപ്പല്ലേ, ഞങ്ങൾ എന്ത് ചെയ്തിട്ടാന്ന് ചോദിക്കട്ടോ. ഓ ശരിയാ, നിങ്ങളൊന്നും ചെയ്തിട്ടില്ല, ചെയ്തു വെച്ചാൽ അങ്ങോട്ട് പോയില്ലേ, 4 വർഷമായി ഞങ്ങൾ അനുഭവിക്കാൻ തുടങ്ങിയിട്ട്, 4 വർഷം ഞങ്ങൾ ഷെറിൻ്റെ സുഖവിവരം അന്വേഷിക്കാൻ വന്നതാന്ന് പറയട്ടോ. ഓ പിന്നെ ഷെറിൻ്റെ സുഖവിവരം അന്വേഷിക്കാന്ന് പറഞ്ഞിട്ട് അയാൾ പുച്ഛത്തോട് കൂടിയിട്ട് നോക്കുകയാണേ. എന്ത് കാഴ്ച കാണാൻ വേണ്ടി നിൽക്കുക എന്ന് ചോദിച്ചിട്ട് ദേഷ്യത്തോട് കൂടിയിട്ട് ഓരോരോ വർത്തമാനങ്ങൾ പറയുകയാണേ. ഇതൊക്കെ ചെയ്തു വെച്ചാൽ പോയല്ലോ, അവന് പിന്നെ ഒന്നും അറിയണ്ടല്ലോ എന്നൊക്കെ പറയുമ്പോൾ ഗ്രേസമ്മയ്ക്ക് സങ്കടം വന്നിട്ട് തല കുമ്പിട്ട് നിൽക്കുകയാണേ. അതിനുശേഷം പിന്നീട് ഷെറിനെ കൊണ്ടുപോയതിന് ശേഷം ഇവരിങ്ങനെ അകത്തേക്ക് വരികയാണ്. നിങ്ങൾ ഇരിക്കുകയെന്ന് പറയട്ടോ. അല്ല ഞങ്ങൾ പോയാലോ എന്ന് ആലോചിക്കുകയാണ്, നിങ്ങളിതുവരെ വന്ന വിവരം പറഞ്ഞില്ലല്ലോ എന്ന് പറയുകയാണ് റൂബി. അപ്പോൾ അതിനുശേഷം പിന്നീട് ഇത്രയും എപ്പിസോഡിലുള്ളൂ കേട്ടോ. ഇന്നത്തെ എപ്പിസോഡ് ഭയങ്കര ലാഗാണ്, കുറച്ച് കാര്യങ്ങൾ മാത്രമേ കാണിച്ചിട്ടുള്ളൂ. പിന്നീട് കാണിക്കുന്നത് ഇത് ഷെറിന് എന്ത് പറ്റിയതാണെന്ന് ചോദിക്കുമ്പോൾ ഭ്രാന്ത്, അല്ലാതെ പിന്നെ എന്താ എന്നൊക്കെ ചോദിക്കട്ടെ. അല്ല ഷെറിൻ്റെ കല്യാണം കഴിഞ്ഞു, പ്രേമോലാണ് കേട്ടോ അതൊക്കെ കാണിക്കുന്നത്. ഷെറിൻ്റെ കല്യാണം കഴിഞ്ഞു, കൊച്ചിൻ്റെ കാര്യം എന്തൊക്കെയോ വിളിച്ച് പറയുന്നത് കേട്ടല്ലോ എന്നൊക്കെ ഗ്രേസം ഇങ്ങനെ വിവരം അറിയാൻ വേണ്ടിയിട്ട് ചെറുതായിട്ട് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം പിന്നീട് കാണിക്കുന്നത് ചിന്നുമോളെയാണ്. ചിന്നുമോളെ കാണാനായിട്ട് അനാഥാലയത്തിലേക്ക് ചെന്നിരിക്കുകയാണ് ഗ്രേസമ്മയും മാമച്ചനും രേവതിക്കുട്ടി. പിന്നെ ബാലേന്ദ്രനെ കാണിക്കുന്നുണ്ട്. ബാലേന്ദ്രനാണെന്നുണ്ടെങ്കിൽ പ്രാന്ത് എടുത്തതുപോലെ അങ്ങനെ ഓടിയിട്ട് കാറിൻ്റെ അവിടേക്ക് വരികയാണ്. കാറ് ഡോറ് തുറന്ന് കുറേ നേരം അവിടെ തന്നെ നിൽക്കുന്നുണ്ട്. കാറിൻ്റെ ഉള്ളിലേക്ക് നോക്കി നിൽക്കുന്നുണ്ട്. എന്താണ് ചെയ്യേണ്ടത്, എന്താണ് പറയേണ്ടതൊന്നും അറിയാത്തൊരവസ്ഥയിൽ, ഭ്രാന്തമായ അവസ്ഥയിൽ ഒരു പ്രതികാരത്തോട് കൂടിയിട്ട് നിൽക്കുകയാണ് കേട്ടോ ബാലേന്ദ്രൻ.